ഡീപ്സീക്ക് എന്ന AI മോഡലാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്നത്. ചൈനയിൽ നിന്നെത്തിയ ഡീപ്സീക്ക് ഓപ്പൺ AIയും ഗൂഗിളിനെയും ഒക്കെ തറപ്പറ്റിച്ചുവെന്നാണ് ആളുകൾ പറയുന്നത്. NVIDIAയുടെ ഓഹരി മൂല്യം പോലും ഇടിച്ചു താഴ്ത്തിയ ഈ ഡീപ്സീക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ചൈനയിലെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പിന്റെ പേരാണിത്. 2023 ഈ ഡീപ്സീക്ക് നിലവിൽ വരുന്നത്. ലിയാങ് വെൻഫെങാണ് കമ്പനിയുടെ CEO. 2023 നവംബറിലാണ് ഇവരുടെ ആദ്യ ലാർജ് ലാംഗ്വേജ് മോഡൽ പുറത്തിറങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഡീപ്സീക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം ഈ വർഷം ജനുവരി 20 അവതരിപ്പിച്ച ഡീപ്സീക്ക് R1 എന്ന മോഡലാണ്. ഓപ്പൺ AIയുടെ ഏറ്റവും പുതിയ മോഡലായ O1 കിടപിടിക്കാനാകുന്ന മോഡലാണിത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലും ചോദ്യം മനസ്സിലാക്കുന്ന രീതിയിലുമെല്ലാം ഈ മോഡൽ ബ്രില്യൻ്റ് ആണെന്നാണ് റിപ്പോർട്ടുകൾ. ഡീപ്സീക്കിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അത് അതിന്റെ ചിലവാണ്. AI മോഡലുകൾ പരിശീലിപ്പിക്കുന്നതും പൊതു ഉപയോഗത്തിനായി കൊണ്ടുവരുന്നതുമൊക്കെ വലിയ ചിലവേറിയ കാര്യമാണ്. എന്നാൽ US ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉപയോഗിച്ചാണ് മോഡൽ വികസിപ്പിച്ചിരിക്കുന്നത്. $60 ലക്ഷം താഴെ മാത്രമാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. എന്നാൽ ഇതിന്റെ 10 മടങ്ങാണ് ഓപ്പൺ AIയുടെ ചെലവ്. കുറഞ്ഞ സാങ്കേതിക വിദ്യയിലൂടെയാണെങ്കിലും ഓപ്പൺ AIയും ഗൂഗിളും അടക്കം എല്ലാ മുൻകിട AI ഗവേഷണ കമ്പനികളുമായി മത്സരിക്കാനുള്ള കെൽപ്പ് ഈ ഡീപ്സീക്കിനുണ്ട്. മാത്രമല്ല, കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ ഡീപ്സീക്കിന്റെ സൗജന്യ സോഫ്റ്റ്വെയർ US ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട സൗജന്യ ആപ്പ് എന്ന നിലയിൽ ChatGPTയെ മറികടക്കുകയും ചെയ്തു. ഈ വളർച്ച ഓഹരി വിപണിയിലും വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ഇതിൽ മറ്റൊരു കൗതുകകരമായ കാര്യവുമുണ്ട്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് ഡീപ്സീക്ക് മറുപടി നൽകാൻ മടിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. ക്രിസ്തുമതത്തെയും ഇസ്ലാമിനെയും കുറിച്ചുള്ള ചൈനീസ് സർക്കാരിന്റെ വീക്ഷണം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ വിസമ്മതിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ക്ഷമിക്കണം, ഇത്തരത്തിലുള്ള ചോദ്യത്തെ എങ്ങനെ സമീപിക്കണമെന്ന് അറിയില്ല എന്നാണ് ഈ AI മോഡലിന്റെ ഉത്തരം. ഡീപ്സീക്കിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെയും ലഭിക്കുന്ന ഉത്തരത്തിന്റെയും വീഡിയോ റെക്കോർഡ് ചെയ്ത ഒരു ഉപയോക്താവ് സമൂഹ മാധ്യമമായ Xൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചൈനയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ചെറിയ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാൻ ഡീപ്സീക്കിനാവുന്നില്ല. ബീജിംഗിലെ ടിയാൻമെൻ സ്ക്വയറിലും പരിസരത്തും ജനാധിപത്യ അനുകൂല പ്രക്ഷോഭകർക്കെതിരെ 1989 നടന്ന അടിച്ചമർത്തൽ ചൈനയിൽ വളരെ വിവാദമായ കാര്യമാണ്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും ഡീപ്സീക്കിന് ഉത്തരമില്ല. അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള ചോദ്യത്തിനും ഉത്തരം നൽകിയില്ല. അരുണാചൽ പ്രദേശ് തെക്കൻ ടിബറ്റിന്റെ ഭാഗമാണെന്ന ചൈനയുടെ അവകാശവാദം നിലനിൽക്കെയാണ് ഡീപ്സീക്കിന്റെ ഇത്തരം മറുപടി എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതേസമയം കുറഞ്ഞ ചെലവും മികവും ഒക്കെ എടുത്തു പറയുമ്പോഴും കൂടുതൽ യൂസർമാരെ താങ്ങാൻ ഡീപ്സീക്കിനാകുന്നില്ലെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. കഴിഞ്ഞ ദിവസം ഇതിന്റെ സേവനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ മികച്ചൊരു മത്സരത്തിനായി പുതിയ എതിരാളിയെ ഓപ്പൺ AI സ്ഥാപകൻ സ്വാഗതം ചെയ്തത് ചർച്ചയാവുകയും ചെയ്തു. ചുരുങ്ങിയ ചെലവിൽ ഇത്രയും നല്ല മോഡൽ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞങ്ങളും കുറച്ച് പുതിയ മോഡലുകൾ പരിചയപ്പെടുത്താമെന്ന സൂചന അദ്ദേഹം പങ്കുവച്ച കുറിപ്പിലുമുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.